നമസ്കാരം. അയ്യോ പാവം തന്നെ കേട്ടാ. സുരേഷ് ഗോപി അണ്ണനെ ഒരു സിനിമ എടുത്ത് കേരളത്തെ അങ്ങ് അപകീർത്തിപ്പെടുത്താമെന്ന് കരുതി. പക്ഷേ പ്രേക്ഷകരെല്ലാം കൂടി ചവിട്ടി മൂലയിൽ വെച്ചിരിക്കുകയാണ്. JSK ഒരു കൃത്രിമ വിവാദമൊക്കെ ഉണ്ടാക്കി ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിന്റെ ഒരു മാസ് സിനിമ പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ആ സിനിമയിൽ സംഘപരിവാറുകാരുടെ ഒരു പ്രത്യേക വികാരം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ തിയേറ്ററിൽ വമ്പൻ ഹിറ്റായപ്പോ അതേപോലത്തെ ഒരു നാടകമൊക്കെ ഇറക്കി സംഘികൾ ഈ സിനിമയ്ക്കെതിരെ വികാരം പുറപ്പെടുവിക്കുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കി കുറച്ച് വൈകിച്ചൊക്കെ റിലീസ് ചെയ്തു. പക്ഷെ അതിനകത്ത് കുത്തി നിറച്ചിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു പ്രൊപ്പഗൻഡ സിനിമ. അതിനുവേണ്ടി ജാനകി വൈസസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലൊക്കെ ഒരു സിനിമ നിർമ്മിക്കുന്നു, അതിൽ സംഘികൾ കയറി തടയിടുന്നു എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നു. അതിന് പിന്നാലെ സുരേഷ് ഗോപി അണ്ണനും സംഘവും, അതായത് സംഘികളായിട്ടുള്ള പ്രവീൺ നാരായൺ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇപ്പോ ഒരു കൊയ്ത്ത് നടത്താമെന്നാണ് വിചാരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല സംഘി ഊളകളെ എന്നുള്ളതാണ് ഇപ്പോ ആ സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. സിനിമയെ സംബന്ധിച്ച് അശ്വൻ കോക്ക് എന്ന സിനിമാ നിരൂപകനായിട്ടുള്ള വ്യക്തി, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറെ പ്രചാരകരായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയത് ഇപ്പോ വമ്പൻ ഹിറ്റാണ്. കേൾക്കേണ്ടതാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയണം, അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, സ്പോയിലർ ആയതുകൊണ്ട്. എന്ന് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊരു സ്ത്രീ റേപ്പ് ചെയ്തപ്പെട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ സർക്കാരാണ് ഉത്തരവാദി. ഇവിടെ നാട്ടിൽ എന്തോ ഒരു ക്രിമിനൽസ് ഉണ്ട്. ഇനി അത് അന്വേഷിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി. ഇത് എന്ത് 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 വിടുവായി എന്ത് എന്ത് ബഗിടത്തര എഴുതി വെച്ചേക്കുന്നേ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ബോളന്മാരാ, വെറുതെ എഴുതി വെച്ചേക്കുക. എന്നിട്ട് സർക്കാരിനെതിരെ സുരേഷ് ഗോപിയുടെ കഥാപ്രസംഗം, എന്നിട്ട് അതിനൊരു കേരളിനെതിരെയൊക്കെ ഫുള്ള് ഇത് പറയാം. കേരയിൽ വേണ്ട, പിന്നെ ഇപ്പോൾ കാളവണ്ടിയിലാണ് പോകേണ്ടത് ആൾക്കാർ. ഇപ്പോഴും പാലം വേണ്ടേ. ഇതേറെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. സ്ത്രീ സുരക്ഷ, എന്താ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാണ് കേരളം. പുറത്ത് പോയി നോർത്തിലൊക്കെ പോയി നോക്ക്, ആസാമിലും ബീഹാറിലും ഒഡീഷയിലൊക്കെ പോയി നോക്ക്. ഗോൾഡ് ഇട്ട് ട്രെയിനിൻ്റെ പുറത്ത് കൈയിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ഊരിക്കൊണ്ടുപോയില്ല ചെയ്യുക, കൈവെട്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അവർ സൗകര്യത്തിൽ എവിടെയും പോയിട്ട് ഊരിയെടുക്കും ഗോൾഡ്. ഇവിടെ ഇത്രയും സൗകര്യത്തിൽ സുഖിച്ച് ജീവിച്ചിട്ട് നമ്മളെല്ലാ അർത്ഥത്തിലും അത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മുടേത്. പുറത്ത് തന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയില്ല, കേരളം എന്ന് പറയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. പല രാജ്യങ്ങളും കേരള ഇൻ ഇന്ത്യ, അങ്ങനെ കേരള ഒരു സെപ്പറേറ്റ് രാജ്യമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പം അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള, അത്രയും ക്വാളിറ്റി ഓഫ് എന്താ പറയുക ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഇവിടെ ഒന്ന് കേരളയിൽ ആൾക്കാർ പോകണ്ടേ? സമയത്തിന് വിലയില്ലേ? ലോകത്ത് പണം കൊടുത്ത വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനം എന്ന് പറയുന്ന സമയമാണ്. ബാക്കി എന്ത് നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാം? സമയം പോയ തന്നെ. ഇതൊന്നും അറിയാത്ത കുറേ എന്നിട്ട് പറയാം കേരളിൻ്റെ മയിൽക്കുറ്റി വെക്കാം, അതല്ല പിന്നെ എന്താ? അപ്പോൾ റോഡ് വേണ്ടേ? നാട്ടിൽ നല്ല പാലം വേണ്ടേ? ഇവിടെ ട്രാഫിക് സംവിധാനങ്ങൾ വേണ്ടേ? ആൾക്കാർ സഞ്ചരിക്കണ്ടേ? സമയത്തിന് വിലയില്ലേ? നല്ല ഹോസ്പിറ്റൽസ് ഇല്ലേ ഇവിടെ? എന്തൊക്കെ പരിപാടികളിവിടെ ഉണ്ട്? നല്ല വിദ്യാഭ്യാസം ഇല്ലേ ഇവിടെ? പിന്നെ മറ്റേ പൊതുവിദ്യാഭ്യാസം എത്ര മികച്ചതാ? ഇവിടുത്തെ സ്കൂൾസ് എത്ര? ഞാൻ സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾസിൻ്റെ പണ്ടത്തെ ഞാൻ പഠിച്ച സമയത്തുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. പണ്ടൊന്നും +2 ആരും അഡ്മിഷൻ കൊടുക്കില്ല ഗവൺമെൻറ് സ്കൂൾ. മാനേജ്മെൻറ്റ് സ്കൂളാണ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ അഡ്മിഷൻ കിട്ടില്ല +2. അപ്പം എന്താ പറയുന്നത്? ലോജിക്ക് വേണ്ടേ? ആരെങ്കിലും നാട്ടിൽ ആരെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ സർക്കാരാണ് അതിന് ഉത്തരവാദി. അതെങ്ങനെ ശരിയാവും? അതെന്ത് ലോജിക്കാതെ? സർക്കാർ അതാക്കണം ഇതാക്കണം അങ്ങനെ അവസാനമായപ്പോൾ ഇത് വെറും പ്രൊപ്പഗൻഡ പടാന്ന് മനസ്സിലായി. അതെ, കേരളത്തിനെതിരെ ഒരു സ്പോയിലർ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ വേണ്ടി കുറച്ച് സംഘികളെല്ലാം കൂടി ചേർന്ന് കേരളവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു ക്രിമിനൽ കേസ്, ഇവിടെ നിന്നൊരു കേരയിൽ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ നാട് മോശമാണെന്നും ഈ നാട്ടിലെ ഭരണ സംവിധാനം മോശമാണെന്നും ഈ നാട് ജീവിക്കാനേ നിർവാഹമില്ലാത്ത ഒരു അഴുക്ക സ്ഥലമാണെന്നൊക്കെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്ത് വേണം? തേഞ്ഞുപോയി. ഇങ്ങനെയുള്ള ചില ഊള സിനിമകൾ എടുത്തുകൊണ്ട് വന്നിട്ട് സംഘി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് അഭിനയിച്ചാൽ എല്ലാ സംഘികൾ കൂടി വന്ന് കയറുമെന്ന് വിചാരിച്ചു. ഒരുത്തനും അതുവഴിയെ വഴി നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ കാര്യം. സംഘികളെ പോലും പിടിച്ചിരുത്തി കാണിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് അറിയാലോ, അവത്ത് വിട്ട കാളയെ പോലെയാണ് നമ്മുടെ അണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും തുമിച്ചുകൊണ്ട് നടക്കുന്നത്. അതേപോലെ സിനിമയിൽ 2 പേപ്പറും പിടിച്ച് തേരാപ്പാറ നടന്നു കഴിഞ്ഞാൽ ഉടനടി സംഘികൾ എണീറ്റ് നിന്ന് കൈയടിക്കുമെന്നും കരുതി സംഘികൾ പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നപ്പോ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കരുതിക്കൂട്ടി സംഘികളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ പടത്തെ ചവറ്റുകുട്ടയിലേക്ക് പ്രേക്ഷകരെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ഉദ്ദേശ ലക്ഷ്യം മറ്റു ചിലതാണ്. വിഷം ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാത്തതുണ്ടെന്നും സർക്കാരിനെതിരെ നമുക്ക് സിനിമകളിലൂടെയെല്ലാം ഈ സന്ദർഭത്തിൽ ഇറക്കി വിട്ടുകൊടുത്താൽ തിരഞ്ഞെടുപ്പ് കാലത്ത് നേട്ടമുണ്ടാക്കാമെന്നുള്ള
ചില സവർണ സംഘി ബുദ്ധികളുടെ തന്ത്രമാണ് സിനിമ എന്ന പേരിൽ പുറത്തേക്ക് വരികയും അതിനെ ജനം പുച്ഛിച്ച് ചവറ്റുകുട്ടയിലെടുത്ത് എറിഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, കേരളത്തിലെ സംഘികളെല്ലാം അവരുടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ചിലരെ കൊണ്ടുവന്നിട്ട് എന്ത് തോന്നിവാസവും ഈ കേരള വിരുദ്ധ സ്റ്റോറി ആയിട്ട് ചിത്രീകരിച്ച് ഇറക്കിക്കഴിഞ്ഞാൽ അത് വലിയ കയ്യടിയോടുകൂടി നേരിടും, അല്ലെങ്കിൽ കയ്യടിയോടുകൂടി ഏറ്റെടുക്കുമെന്നൊക്കെ വിചാരിച്ചാൽ വെറും പൊട്ടത്തരമാണ്. ഈ നാട്ടിലെ സിനിമാ പ്രേമികൾ, സിനിമ ആസ്വാദകരൊക്കെ എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് മൂളയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, സിനിമ ആസ്വാദകരാണ്. പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവർ ഒരു ടിക്കറ്റ് എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ കാണുന്ന അല്ലെങ്കിൽ ആ ചെലവഴിക്കുന്ന സമയം അത് ഉപകാരപ്പെടണം, ഒരു എന്റർടൈൻമെന്റ് എങ്കിലും ആയി മാറണം. ഒന്നുമില്ലാതെ ചില പ്രൊപ്പഗൻഡയൊക്കെ ഇറക്കി വിടാനും കേരള വിരുദ്ധ കഥകൾ സൃഷ്ടിക്കാനും ശ്രമിച്ച് തേഞ്ഞു പോയൊരവസ്ഥയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സിനിമകളൊക്കെ എടുത്ത് അങ്ങ് വിജയിപ്പിച്ച് കളയാമെന്നോ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിയും സർക്കാർ വിരുദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ സംബന്ധിച്ച് കാഴ്ചക്കാർ പറയുന്ന പ്രതികരണമാണ് അശ്വന്ത് കോക്കിന്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ കേട്ടത്. അത്തരം പ്രചരണങ്ങളിലൂടെ കേരളത്തിലെ ഭരണ സംവിധാനത്തെ ഇഴത്തിക്കെട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ ആരും അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും പോകുന്നില്ല. അനുഭവിക്കുന്നവർക്ക് കാര്യം അറിയാം. കേരളത്തിൽ സംഘി പ്ലേസിംഗിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സിനിമകളുടെ രൂപത്തിൽ വന്നാൽ പോലും എന്താണ് നാട്ടുകാർ അതിനെ പരിഗണിക്കുന്ന രീതി എന്നതാണ്. JSK എന്ന പടം കൃത്രിമ വിവാദമൊക്കെ ഉണ്ടാക്കി ചിലരെ കൊണ്ട് അതിനെ സംബന്ധിച്ച് വലിയ പൊലിപ്പീരെല്ലാം കൊടുത്തതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി പോലും വെറും മടലാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ വിവാദം സൃഷ്ടിച്ച പടം നേരെ ചവറ്റുകുട്ടയിലേക്ക് പോകുമ്പോൾ ഇത്തരം കൃത്രിമ വിവാദങ്ങളോ പ്രൊപ്പഗൻഡയൊക്കെ വെച്ചിട്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ പിന്നിൽ വളരെ വരുമാന കൊയ്ത്ത് നടത്തിക്കളയാമെന്നൊക്കെ സ്വപ്നം കണ്ടവർ തേഞ്ഞൊട്ടിപ്പോയി എന്നതാണ് അശ്വന്ത് കോക്കിന്റെ ആ പ്രതികരണം കൊണ്ട് തെളിയിക്കുന്നത്. അത്തരം ശ്രമങ്ങൾ നടത്തുന്ന സിനിമകളെല്ലാം ഈ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ അവഗണിക്കേണ്ടത്, ചവറ്റുകുട്ടയിൽ എറിയേണ്ടത്. ഇവിടെ ഇപ്പോ ആർക്കും പറയണ്ടല്ലോ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരും ആ സിനിമയ്ക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. സംഘികളെല്ലാം കൂടി ജാനകി എന്ന പേരിൽ തൂങ്ങി ഇതാ ആ സിനിമയ്ക്കെതിരെ സംഘപരിവാറുകാർ കത്തിവെക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ജനത ഒന്നടങ്കം സംഘപരിവാറിനെതിരെയുള്ള വികാരം പൊട്ടിയൊലിച്ച് നേരെ വന്ന് കയറുമെന്നാണ് കരുതിയത്. നമുക്കറിയില്ലേ കാള എന്തിനാണ് വാല് പൊക്കുന്നതെന്ന്. ആ വാല് പൊക്കിയത് എന്തിനാണെന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ആ തെളിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് എവിടെയാണ് സ്ഥാനമെന്ന് ഇപ്പൊ പോയി നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ സുരേഷ് ഗോപിയുടെ പല ക്യാമറ നാടകങ്ങളും പൊട്ടിത്തകരും പോലെ ഒരു സിനിമ കൂടി പൊട്ടിത്തകരുന്നു എന്ന് പറയേണ്ടി വരികയാണ്.